നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത പാലക്കാട് നിന്നാണ്. പാലക്കാട് കനത്ത ചൂടിനെ തുടർന്ന് സൂര്യാഘാതവും നിർജ്ജലീകരണവും കാരണം 2 മരണം എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. സൂര്യാഘാതമേറ്റ് കുത്തന്നൂർ പനയങ്കടം വീട്ടിൽ ഹരിദാസനാണ് മരിച്ചത്. വീടിന് സമീപം പൊള്ളലേറ്റ നിലയിലായിരുന്നു ഞായറാഴ്ച അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിലാണ് ഇപ്പോൾ ഇത് സൂര്യാഘാതമേറ്റ് എന്ന് സ്ഥിരീകരണം വരുന്നത്. അട്ടപ്പാടിയിൽ നിർജ്ജലീകരണം സംഭവിച്ച് മധ്യവയസ്കനും മരിച്ചു. വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് ഉണ്ട് ഇപ്പോൾ പാലക്കാട് നിന്ന്. നിഖിൽ, സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്ന ജില്ലകളിൽ ഒന്നാണല്ലോ പാലക്കാട് നിന്ന്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ 2 മരണമെന്നുള്ള വാർത്ത വരുന്നത്. നിഖിൽ, ഉന്മേഷ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇന്നത്തെ വിലയിരുത്തൽ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ജില്ലയാണ് പാലക്കാട്. അവിടെ തന്നെ 2 ദിവസത്തിനിടെ 2 മരണങ്ങളാണ് ഈ അമിത ചൂട് കാരണം ഉണ്ടാകുന്നത്. അത് വളരെയധികം നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ്. സൂര്യാഘാതമേറ്റ് മരിച്ചത് കുത്തന്നൂർ പനയങ്കടം വീട്ടിൽ ഹരിദാസനാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മറ്റാളുകളൊക്കെ പുറത്തു പോയ സമയത്ത് തിരികെ വരുമ്പോൾ ഇദ്ദേഹം പറമ്പിൽ കിടക്കുകയായിരുന്നു. ശരീരത്തെ പൊള്ളലേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. ഞായറാഴ്ചയാണ് ഇദ്ദേഹം മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ് മരണം സംഭവിച്ചത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് സൂര്യാഘാതമേറ്റുള്ള മരണമാണ് എന്ന് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് അടക്കം ഈ മരണത്തിൽ ദുരൂഹത സംശയിച്ചിരുന്നെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഇത് സൂര്യാഘാതമേറ്റുള്ള മരണമാണ് എന്ന് മനസ്സിലാകുന്നത്. അട്ടപ്പാടിയിൽ ഇന്നലെ രാത്രിയാണ് സുഹൃത്തിന്റെ വീട്ടിൽ അനക്കമില്ലാതെ കിടക്കുകയായിരുന്ന നിലയിൽ കണ്ട യുവാവിനെ മധ്യവയസ്കൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത്. നിർജ്ജലീകരണം സംഭവിച്ചാണ് മരണം എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഷോളയൂർ ഊത്തുക്കുഴി സ്വദേശി ഷെന്തിലാണ് മരിച്ചത്. 50 വയസ്സുകാരനാണ് ഷെന്തിൽ. ഇന്നലെ രാത്രിയായിരുന്നു സുഹൃത്തിന്റെ വീട്ടിൽ ഇദ്ദേഹത്തെ അവശ നിലയിൽ കണ്ടെത്തിയത്. കോട്ടത്തറ ആശുപത്രിയിൽ ഉടനെ എത്തിച്ചെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാലക്കാട് ജില്ലയിൽ അതിശക്തമായിട്ടുള്ള ചൂടാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം തന്നെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയ ജില്ലയാണ് ഇന്ന് പാലക്കാട്. 41.3 ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ചൂട്. ഏപ്രിൽ 6 ശേഷം രേഖപ്പെടുത്തിയ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒരുപക്ഷെ മഴ ലഭിച്ചില്ലെങ്കിൽ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് വകുപ്പുകൾ നൽകുന്നത്. ഉന്മേഷ്, നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കനത്ത ചൂടാണ് പാലക്കാട്, 2 മരണം എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ പുതിയ വകഭേദം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിസൈലിന് 250 കിലോമീറ്റർ പ്രഹരശേഷിയുണ്ട്. ആൻഡമാനിലായിരുന്നു പരീക്ഷണം. ബൽറാം തൊടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ. ഉന്മേഷ്, സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡാണ് മധ്യദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ പുതിയ വകഭേദം വിജയകരമായി പരീക്ഷിച്ചത്. സ്ട്രൈക്ക് റേഞ്ച് എയർ ലോഞ്ചിങ് ബാലിസ്റ്റിക് മിസൈലാണ്. അതിന്റെ പുതിയ വകഭേദമാണ് പരീക്ഷണം നടത്തിയിരിക്കുന്നത്. 250 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ ഈ പരീക്ഷണത്തിൽ ഈ മിസൈലിന് കഴിഞ്ഞു എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ആൻഡമാനിലാണ് ഇതിന്റെ പരീക്ഷണം പൂർത്തിയാക്കിയത്. ഇന്ന് നടത്തിയ ഈ പരീക്ഷണത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് പരിശോധിച്ചത്. ഇതിന്റെ പ്രായോഗികത സംബന്ധിച്ചുള്ള ഇതിന്റെ ശേഷി, ഒപ്പം തന്നെ ഇതിന്റെ സാങ്കേതിക വിദ്യമായി ഇത് പരിഷ്കരിച്ചിട്ടുണ്ട്. ആ പരീക്ഷണം എത്രത്തോളം വിജയകരമാണെന്ന് ഈ 2 കാര്യങ്ങളും വിജയകരമായി തന്നെ ഈ മിസൈൽ പൂർത്തിയാക്കിയതായാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നത്. ഉന്മേഷ്, ശരി ബൽറാം തൊടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കുട്ടിക്കലാശം നാളെ. സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള 39 ദിവസത്തെ പ്രചാരണത്തിന് ശേഷം കേരളം വെള്ളിയാഴ്ച ബൂത്തിലെത്തും. കുട്ടിക്കലാശം ആവേശത്തിലാക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക്. അണമുറിയാതെ ആരോപണങ്ങളും വിവാദങ്ങളും നിഴലിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ കുട്ടിക്കലാശത്തിലേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി ഇങ്ങനെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. രാജ്യത്തിന്റെ ഭാവിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. രാജ്യത്തിന്റെ ഭാവി രക്ഷിക്കാനൊരു അവസരമായിട്ടാണ് ഇത് കാണുന്നത്. അതാണല്ലോ ഗാർഡിയൻ അടക്കം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കേരളീയർ കാണുന്നത് ഒരു കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരും. അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല.
അവരങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കണം അങ്ങോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണ് NSSനും ഓർത്തഡോക്സ് സഭയ്ക്കും. സ്ഥാനാർത്ഥികളെ നോക്കി സമുദായാംഗങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ സമീപനമാണ് സഭയ്ക്കുള്ളതെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. പ്രത്യേകിച്ച് നമുക്ക് യാതൊരു പാർട്ടിയോടും പ്രത്യേക വിരോധവുമില്ല, യാതൊരു പാർട്ടിയോടും പ്രത്യേക ആഭിമുഖ്യവുമില്ല. അങ്ങനെ ഒരു സമദൂര സിദ്ധാന്തമാണ് നമുക്കുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ന്യൂനപക്ഷങ്ങളെന്നാൽ LDFനും UDFനും ഒരു കണ്ണു മാത്രമെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. കോട്ടയത്ത് ലവ് ജിഹാദ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് സഭാ നേതൃത്വത്തിന്റെ അറിവോടെയെന്ന കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. അതേസമയം തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള അശ്ലീല പ്രചാരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വടകരയിലെ UDF സ്ഥാനാർത്ഥി KK ശൈലജ വക്കീൽ നോട്ടീസ് അയച്ചു. 24 തിരുവനന്തപുരം. കുട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വടകരയിൽ നിന്ന് വാർത്ത വരുന്നുണ്ട്. വടകര ടൗണിൽ കേന്ദ്രീകൃത കുട്ടിക്കലാശം ഒഴിവാക്കും എന്നാണ് വാർത്ത. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ഈ തീരുമാനം. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന ഇപ്പോൾ ചേരുന്നുണ്ട്. അഭിജിത്ത്, അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും വടകരയിലെ നാളത്തെ കുട്ടിക്കലാശം? അഭിജിത്ത്, ഉന്മേഷ്, വടകര മണ്ഡലത്തിലെ കൊട്ടിക്കലാശം തീരുമാനിച്ചിരിക്കുന്നത് തലശ്ശേരി ടൗണിലാണ്. അതിന് മാറ്റമില്ല. മുന്നണികൾക്ക് തലശ്ശേരിയിലാണ് ഈ കൊട്ടിക്കലാശം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഈ വടകര ടൗണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്താണ് കൊട്ടിക്കലാശത്തിന് ഒരു നിയന്ത്രണം ഇപ്പോൾ പോലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ കേന്ദ്രീകൃത കൊട്ടിക്കലാശം വടകര ടൗൺ പരിധിയിൽ നടത്താൻ പാടുള്ളതല്ല എന്നുള്ളതാണ് വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം. അതായത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഈ വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതായത് ഈ വടകര സ്റ്റേഷൻ പരിധിയിലെ വില്യാപ്പള്ളി ടൗണിൽ കൊട്ടിക്കലാശം ഒഴിവാക്കും. ഒപ്പം തന്നെ ഈ മുന്നണികൾക്ക് ചില കോർണറുകൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ കോർണർ കൊട്ടിക്കലാശങ്ങൾക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത്. എല്ലാവരും, അതായത് ഈ മുന്നണികളുടെ കൊട്ടിക്കലാശം ഒരു കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്ത് നടത്താൻ പാടുള്ളതല്ല. ചില പ്രദേശങ്ങൾ അവർക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് വെച്ച് മാത്രം കൊട്ടിക്കലാശം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥികൾ വരിക, DJ അതുപോലെയുള്ള പരിപാടികളും ഈ കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് നടത്താൻ പാടുള്ളതല്ല എന്നൊരു പ്രഖ്യാപനം കൂടി, ഒരു തീരുമാനം കൂടി നിലവിൽ വന്നിട്ടുണ്ട്. ഏതായാലും സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി PV അൻവർ MLA. നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളാണോ രാഹുൽ ഗാന്ധി എന്ന് സംശയമുണ്ടെന്നും DNA പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്നും PV അൻവർ. അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ തിരിക്കുകയാണ്. മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ വിജയരാഘവന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് LDF ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് PV അൻവറിന്റെ പരാമർശം. നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ കേസെടുക്കണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആവശ്യപ്പെട്ടു. അൻവറിനെ കയറൂരി വിടുന്നത് മുഖ്യമന്ത്രിയാണെന്ന് കോൺഗ്രസ് തുറന്നടിച്ചു. ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണിൽ പെടഞ്ഞു മരിച്ച് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന നേതാവ്, ലോകം മുഴുവൻ ആരാധിക്കുന്ന നേതാവിനെയാണ് ഒരു മാർക്സിസ്റ്റ് MLA അധിക്ഷേപിച്ചിരിക്കുന്നത്. ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി പറയുന്നു. പക്ഷേ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് PV അൻവർ ഇത്തരം മോശമായൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകുന്നു. അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ MLA. ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. മതേതരത്വത്തോടൊപ്പം എല്ലാ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം. PV അൻവർ MLA ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. അൻവറിന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി വിജയരാഘവൻ ഒഴിഞ്ഞുമാറി. P അൻവറിനെതിരെ നിലമ്പൂരിൽ UDF പ്രവർത്തകർ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ അൻവർ MLAയുടെ അധിക്ഷേപ പരാമർശം അവസാന ലാപ്പിൽ ചർച്ചാ വിഷയമാക്കാൻ തന്നെയാണ് UDF തീരുമാനം.
ഒഴിവാക്കാമായിരുന്ന വിവാദമെന്നാണ് ഇടത് ക്യാമ്പിലെ സംസാരം. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഗുരുതര വെളിപ്പെടുത്തലുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. കണ്ണൂരിലെ മുതിർന്ന CPM നേതാവിനെ BJPയിൽ ചേർക്കാനാണ് TG നന്ദകുമാർ താനുമായി സൗഹൃദം സ്ഥാപിച്ചത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. TG നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയത് ഭൂമി ഇടപാടാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂടുതൽ തെളിവുകൾ TG നന്ദകുമാർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വിശദീകരണം. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് അനിൽ ആന്റണി പ്രതികരിച്ചു. ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപ നൽകിയതിന്റെ ബാങ്ക് റെസീറ്റ് വിവാദ ദല്ലാൾ TG നന്ദകുമാർ പുറത്തുവിട്ടതിന് മണിക്കൂറുകൾക്കകമാണ് കടുത്ത ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ BJPയിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. എന്റെ SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എന്റെ 8 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഭൂമി ഇടപാടിനാണ് പണം വാങ്ങിയതെന്നും സ്ഥലം വാങ്ങാത്തതുകൊണ്ടാണ് പണം തിരികെ നൽകാത്തതെന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം. CBI സ്റ്റാൻഡിംഗ് കൌൺസിൽ നിയമനത്തിനായി വന്ന കോൾ ലെറ്റർ, അനിൽ ആന്റണിക്കെതിരായി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR, പണം നൽകിയ ദിവസത്തെ ഫോട്ടോ എന്നിവയാണ് ഇന്ന് TG നന്ദകുമാർ പുറത്തുവിട്ടത്. NDA വന്നാലും ഇന്ത്യ സഖ്യം വന്നാലും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷണ വിധേയമാകുമെന്നും നന്ദകുമാർ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പണം കൊടുത്ത ഞാൻ നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനാണ്, പണം സ്വീകരിച്ച അദ്ദേഹവും തെറ്റുകാരനാണ്. അപ്പൊ രണ്ടുപേർക്കും ഇതിന് ബാധ്യതയുണ്ട്, ഞാനത് പ്രൂവ് ചെയ്യുകയും ചെയ്യും. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് എന്നും നന്ദകുമാറിനെതിരെ പരാതി നൽകുമെന്നും അനിൽ ആന്റണി. വല്ലവരുടെയും ചിത്രം പുറത്തു വിടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഇതാണോ നിങ്ങളുടെ ചർച്ചാ വിഷയം? തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റ് കംപ്ലയിൻറ്റുകൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും. നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ആരോപണങ്ങളെന്ന ആക്ഷേപമുള്ളതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് TG നന്ദകുമാറിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി. രാജസ്ഥാനിലെ വിവാദ പരാമർശത്തിൽ ഉറച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നും ഒരു വിഭാഗത്തിന്റെ സമ്പത്ത് കോൺഗ്രസുകാർ തട്ടിയെടുക്കുമെന്നും മോദി ആവർത്തിച്ചു. മോദിയുടെ വിവാദ പ്രസംഗത്തിനെതിരായ പരാതി പരിശോധിച്ചു വരികയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിനു വേണ്ടിയാണ് നരേന്ദ്രമോദി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നിയമത്തിന് അതീതനല്ലെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. മുസ്ലിങ്ങൾക്കെതിരായി രാജസ്ഥാനിൽ നടത്തിയ വിവാദ പരാമർശം ശരിയാണെന്നാണ് ഇന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. കോൺഗ്രസുകാർ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുമെന്നും ഒരു പ്രത്യേക വിഭാഗത്തിനത് നൽകുമെന്നും നരേന്ദ്രമോദി രാജസ്ഥാനിൽ ഇന്നും ആവർത്തിച്ചു. मैंने सत्य रखा देश के सामने। कांग्रेस आपकी संपत्ति छीनकर उनके खास लोगों को बांटने की गहरी साजिश रचकर बैठी है. വിവാദ പ്രസംഗത്തിനെതിരെ പരാതി ലഭിച്ചതായും പരിശോധിച്ചു വരികയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും ഹാജരാക്കാൻ രാജസ്ഥാനിലെ ബൻവാഡ ജില്ലാ ഭരണകൂടത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള മോദിയുടെ തന്ത്രമാണ് വർഗീയ പരാമർശങ്ങളെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നിയമത്തിന് അധീനനല്ലെന്ന് CPIM PB അംഗം ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. The Prime Minister is a citizen of India. The Prime Minister is not above the citizens of India. The Prime Minister is not above the law of India. The Prime Minister has to accept the laws of India. പ്രധാനമന്ത്രി വിഷലിപ്തമായ വർഗീയ പ്രചരണത്തിന് നേതൃത്വം നൽകുകയാണെന്നും BJP വർഗീയ കാർഡിറക്കി കളിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഭിന്നിപ്പിന്റെ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. പരാമർശത്തിനെതിരെ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഭയന്നാണ് BJP നേതാക്കളുടെ വിദ്വേഷ പ്രസംഗമെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പ്രതികരിച്ചു. 24 ഡൽഹി. പ്രധാനമന്ത്രിക്ക് പിന്നാലെ വിവാദ പരാമർശവുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാജ്യത്ത് ശരിയത്ത് നിയമം നടപ്പാക്കുമെന്നും ജനങ്ങളുടെ സ്വത്ത് പുനർവിതരണം ചെയ്യുമെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അംബേദ്കർ എഴുതിയ ഭരണഘടന വേണോ ശരിയത്ത് വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നും യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിലെ അമറോഹയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. जब कांग्रेस के घोषणा पत्र को आप देखते हैं, 2 बातें उन घोषणा पत्र में नजर आती हैं. एक, कांग्रेस कहती है कि हम व्यक्तिगत कानून को लागू करके सरिया कानून को लागू करवा देंगे. इसका मतलब बाबा साहब भीमराव अंबेडकर के द्वारा बनाए गए संविधान के लिए ये लोग खतरा पैदा करना चाहते हैं, यानी देश के संविधान को एक खतरे में डालना चाहते हैं.
തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. പൂരവുമായി ബന്ധപ്പെട്ട വിവാദം പരസ്പരം ആയുധമാക്കുകയാണ് LDFും UDFും. വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ടതില്ല എന്നാണ് BJP നിലപാട്. അതിനിടെ പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ അമിക്കസ് ക്യൂറി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പൂരവിവാദത്തിൽ BJPക്കെതിരെ ആഞ്ഞടിക്കുകയാണ് LDF. വിവാദം വോട്ടാക്കാൻ ചില മുന്നണികൾ ശ്രമിച്ചുവെന്ന LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 24നോട്. അപ്പോൾ ഈ പൂരം പൊളിച്ചു എന്ന് പറയുന്നവരുടെ നേട്ടമുണ്ടാക്കുന്ന ആരാണ്? ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ചെന്ന് വളരെ സന്തോഷത്തിലാണ്. എന്താണ് ഈ ഒരു പ്രതിസന്ധി എങ്ങനെ ഞങ്ങൾക്ക് വോട്ടാക്കി മാറ്റാമെന്ന് വിചാരിച്ച് ഇതിനെ ശബരിമലയാക്കി കളയാമെന്ന് പറഞ്ഞു പോയ ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. പൂരവുമായി ബന്ധപ്പെട്ട ഒരാചാരവും മുടക്കിയിട്ടില്ലെന്ന മന്ത്രി K രാജൻ. ഈ പൂരത്തിൽ ഒരാചാരവും മുടങ്ങിയില്ല. ഒരാചാരവും പൂര നടത്തിപ്പുമായി മുടങ്ങിയില്ല. വെടിക്കെട്ടിൻ്റെ സമയത്തിന് വൈകി. അത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം സ്വരാജ് റൗണ്ടിൽ നിന്ന് തള്ളിക്കയറി വന്ന ആളുകളെ കൂടി ഒഴിവാക്കാനുള്ള സമയമെടുക്കുകയും പൂരത്തിൻ്റെ നിറയ്ക്കാനുള്ള സമയത്തിന് ഇത്തിരി അധിക നേരം എടുക്കൊണ്ടാണ്. പൂരവിവാദം തൃശൂരിൽ തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്ന നിലപാടിലാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പൂരത്തിന് ശേഷം ചിലയിടങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തിയെന്ന് പറഞ്ഞ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പൂരത്തിന് പോലീസ് അഴിഞ്ഞാടാൻ കാരണം സംസ്ഥാന സർക്കാരാണെന്നും കുറ്റപ്പെടുത്തി. ഒരു പൂരം നടത്തിപ്പ് ഭംഗിയാവേണ്ട ഘട്ടത്തിൽ അതിന് വിഘ്നം സംഭവിച്ചാൽ ഇടപെടാനുള്ള അധികാരം മന്ത്രിമാർക്കുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് പൂരം സമയത്ത് പോലീസ് അഴിഞ്ഞാടിയതിന് ഉത്തരവാദി സർക്കാർ തന്നെയാണ്. എത്ര കൈകഴുകിയാലും സർക്കാരിന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ സാധ്യമല്ല. പൂരത്തിലെ പോലീസ് ഇടപെടലിൽ സർക്കാർ ഉൾപ്പെടെയുള്ളവരോട് ഹൈക്കോടതി വിശദീകരണം തേടി. ആചാരങ്ങളിലടക്കം പോലീസ് ഇടപെട്ടെന്നാണ് ഹർജിക്കാരന്റെ ആരോപണം. ഹർജി അടുത്ത മാസം 22-ന് വീണ്ടും പരിഗണിക്കും. ഇതിനിടെ പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ അമിക്കസ് ക്യൂറി രംഗത്തെത്തി. ഹൈക്കോടതി ഏതുത്തരവിട്ടാലും അനുസരിക്കില്ലെന്ന് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറഞ്ഞെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. 24 തൃശൂർ. പത്തനംതിട്ട റാന്നിയിൽ വയോധികയ്ക്ക് വീട്ടിൽ കയറി കുത്തിവെപ്പ് നൽകിയ സംഭവത്തിൽ ആ വ്യക്തി പിടിയിലായിരിക്കുന്നു. ശ്രീജിത്ത് സുകുമാരൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതാരാണ്? ഉന്മേഷ, പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശി ആകാശ് 28 വയസ്സുകാരൻ. ഇങ്ങനെ ഒരു പേര് മാത്രമാണ് ഇപ്പോൾ റാന്നി പോലീസ് നമുക്ക് നൽകുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ സ്കൂട്ടറിലായിരുന്നു ഇയാൾ വന്നത്. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. അപ്പോഴാണ് ആകാശ് ജോലി ചെയ്ത സ്ഥാപനത്തിലെ സ്കൂട്ടറാണ് ഇത് എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. ഹെൽമെറ്റ് എല്ലാം വെച്ചായിരുന്നു ആകാശ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും ഈ പ്രതിക്ക് ചോദ്യം ചെയ്തു വരുന്നതിനിടെ തന്നെ ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് ഇപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതി കുറ്റം സമ്മതിച്ചോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത നൽകുന്നില്ല. പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് ഇയാൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇവർക്ക് ഈ ആകാശ് വീട്ടിലെത്തി ഈ കുത്തിവെപ്പ് എടുത്തത്. കോവിഡ് വാക്സിനാണ് എന്ന പേരിലായിരുന്നു ഇത്തരത്തിൽ ആ ഒരു കുത്തിവെപ്പ് ആ പ്രദേശത്ത് നിന്ന് എടുത്തത്. എന്തായാലും ചിന്നമ്മ പിന്നീട് നാട്ടുകാരെയും അതുപോലെ തന്നെ ഗൾഫിലുള്ള വിദേശത്തുള്ള തന്റെ മകളെയും വിവരം അറിയിച്ചപ്പോഴായിരുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് മനസ്സിലായത്. എന്തായാലും അവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. എന്തായാലും ഈ ആകാശിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സമസ്ത ലീഗ് ബന്ധത്തിലെ അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് സമസ്ത നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും നേതാക്കൾ അറിയിച്ചു. സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ വിധേയത്വമോ വിരോധമോ ഇല്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 24നോട് പറഞ്ഞു. അതിനിടെ CPIഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തി. സുപ്രഭാതം കത്തിച്ചത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമസ്തയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ലീഗുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തിന്റെ അഭിപ്രായം വ്യക്തിപരമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 24നോട് പറഞ്ഞു. അതിന് സമസ്തന്റെ നയം ഞാൻ കുറെ മുമ്പ് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. സമസ്തന്റെ നയം ഞാൻ പറഞ്ഞതാണ്, അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഉമർ ഫൈസിയുടെ നിലപാടിനെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ പ്രതികരണം ഇങ്ങനെ. സമസ്തക്ക് രാഷ്ട്രീയമല്ല, സമസ്തയിലുള്ളവർക്ക് രാഷ്ട്രീയമുണ്ട്. സമസ്തയിലുള്ളവരുടെ രാഷ്ട്രീയ മഹാഭൂരിപക്ഷവും ലീഗ് പ്രവർത്തകരാണ്. മറിച്ചുള്ള പ്രചരണങ്ങളൊക്കെ തെറ്റായ പ്രചരണങ്ങളാണ്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും. CPIഎമ്മിനെതിരെ വിമർശനവുമായി SYS ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി. BJP ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് തോറ്റാൽ മതി എന്നാണ് CPIഎമ്മിന്റെ നിലപാടെന്ന് വിമർശനം. കോൺഗ്രസ് അല്ലാത്ത
നെഹ്റുവിന്റെ കുടുംബമല്ലാത്ത ആര് വന്നാലും ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ക്രൈസിസിലാക്കുകയും ആ ഭരണം തകിടമറിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും ചെയ്യാവുന്ന തന്ത്രത്തിലേക്ക് ഈ CPM-ന്റെ 2-3 MP-മാർ കൊണ്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കത്തിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രതിഷേധം രേഖപ്പെടുത്തി. സമസ്തയുമായി പ്രശ്നങ്ങളില്ലെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും വോട്ട് ചോരുമോ എന്ന ആശങ്ക ലീഗിനുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJP-യുടെ കെണിയിൽ വീഴരുത് എന്ന് പ്രകാശ് രാജ് 24-നോട്. കേരളം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ പ്രധാനമന്ത്രി 3000 കോടിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ സെൽഫി എടുക്കുകയായിരുന്നുവെന്ന് പ്രകാശ് രാജ് വിമർശിച്ചു. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് പ്രകാശ് രാജ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ വികസനം നടപ്പാക്കുമെന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ കർഷകർ വരൾച്ചയിൽ പൊറുതിമുട്ടിയപ്പോൾ ദുരിതാശ്വാസ ഫണ്ട് നൽകണമെന്ന് പോലും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടില്ലെന്ന് വിമർശനം. These two fellows, this finance minister, this Rajiv Chandrasekhar, this 25 MPs from Karnataka or BJP, why are they not getting our drought money? I have come in search of him. I want to ask questions. What are you doing here? Why are you not there? Because my farmers are suffering with drought. Why have you not asked your Rajavu to release our money? And what are you promising here? കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത പാർട്ടിക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചോദിക്കുന്നതെന്നും പ്രകാശ് രാജ്. It has arrested your own journalist. When you were struggling in the floods, this party's Rajavu was taking selfie with a 3,000 crore statue when Kerala needed 10,000 crores to stand on its foot. But they just gave 500 or 600 crores. And where was this man? സത്യവാങ്മൂലത്തിൽ വരുമാനം സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ചത് തെറ്റായ വിവരങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ BJP-യുടെ കെണിയിൽ വീഴരുതെന്നും പ്രകാശ് രാജ് പറഞ്ഞു. 24 തിരുവനന്തപുരം. വോട്ട് മുടങ്ങും എന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ തപാൽ വോട്ടിന് അപേക്ഷിച്ചവർ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയി വോട്ട് ചെയ്യണം എന്ന നിർദ്ദേശം പ്രായോഗികമല്ല എന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം നിഷേധിക്കുകയാണെന്ന് ആരോപിച്ച് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തി. മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുന്നുവെന്നാണ് അസോസിയേഷന്റെ പരാതി. ഡ്യൂട്ടിക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നവർക്ക് കൗണ്ടിംഗ് ദിവസത്തിന് മുൻപായി വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കൃത്യമായി ആബ്സെന്റീസിന്റെ വോട്ട് പ്രായാധിക്യമുള്ളവർക്ക് വീട്ടിലടക്കം ചെന്ന് വോട്ടവകാശം നൽകുന്ന സാഹചര്യത്തിൽ അത്രമാത്രം ശക്തമായ ജനാധിപത്യമുള്ള നാടാണ് നമ്മുടേത്. NRIs ആയിട്ടുള്ളവർക്കടക്കം പ്രോക്സി വോട്ടടക്കം അനുവദിച്ചുകൊണ്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ ഇലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായി ക്രമസമാധാന പരിപാലനത്തിനായി നിയോഗിക്കപ്പെടുന്നവർക്ക് അത് നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തപാൽ വോട്ടിന് അപേക്ഷിച്ചവർ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയി വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരാതി. വോട്ട് മുടങ്ങുമെന്നാണ് ആശങ്ക. പോസ്റ്റൽ ബാലറ്റ് ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ 2 വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററുകളാണ് ഉള്ളത്. വടകര കോൺസ്റ്റിറ്റ്യൂൻസിലെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ വടകര ഗസ്റ്റ് ഹൌസിലാണ്. കോഴിക്കോടുള്ളത് നമ്മുടെ സിവിൽ സ്റ്റേഷനിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് അപ്പോയിന്റ്മെന്റ് നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ എത്തി വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നിലവിൽ കിട്ടിയിട്ടുള്ള വിവരം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി എവിടെയാണെങ്കിലും സ്വന്തം മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലാ കളക്ടറേറ്റുകളിലും വരണാധികാരികളുടെ ഓഫീസിലും സജ്ജമാക്കിയ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. 24 കോഴിക്കോട്. കാസർഗോഡ് ചീമേനിയിലെ ഇരട്ട വോട്ട് പരാതിയിൽ നടപടി. BLO M രവിയെ സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ടയിൽ ഇടതുമുന്നണി കള്ളവോട്ടിനായി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നെന്നാരോപിച്ച് ആന്റണി പരാതി നൽകി. തൃശൂരിൽ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ചേർത്തെന്ന പരാതിയും ഉയരുന്നുണ്ട്. നമുക്കൊരു വീട്ടനായിരിക്കും ഇവിടെ ഇന്നലെ വന്നിട്ട് ജയറാമത്ത ചിരിക്കാനോട് പറഞ്ഞു ഇത് സംഭവം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലപ്പാ വോട്ട് ചെയ്യുന്ന ചെയ്തു വിട്ടത്. നമ്മളത് ഇത്ര ഈസാക്കുന്നത് ഇത്. പക്ഷേ അവിടെ നിന്ന് വിളി വരുമ്പോൾ നമുക്ക് പേടിയായി. നമുക്ക് പ്രശ്നമാണ് ഇത്. ഇങ്ങനത്തെ റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ 3-4 കേസുണ്ട്. 20 നമ്പർ ബൂത്തിലെ BLO M രവിയുടെ ഓഡിയോ സന്ദേശവുമായാണ് ചീമേനി ചെമ്പ്രക്കാനം സ്വദേശി MV ശില്പരാജ് കലക്ടർക്ക് പരാതി നൽകിയത്. ശില്പരാജിന്റെ ഇരട്ട വോട്ട് റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതോടെ ഇക്കാര്യം അന്വേഷിക്കാൻ വീട്ടിലെത്തിയതായിരുന്നു BLO രവിയും സംഘവും. ഇതിനിടയിലാണ് 5 ഇടത്ത് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്നും
താനത് റിപ്പോർട്ട് ചെയ്യാത്തത് ഇടതുപക്ഷത്തിന് അധിക വോട്ട് ലഭിച്ചോട്ടെ എന്ന് കരുതിയാണെന്നും എം രവി ശില്പരാജിനോട് പറഞ്ഞത്. അന്വേഷണ വിധേയമായാണ് എം രവിക്കെതിരായ നടപടി. പത്തനംതിട്ടയിൽ ഇടതുമുന്നണി കള്ളവോട്ടിനായി തിരിച്ചറിയൽ കാർഡുണ്ടാക്കുന്നതായി ആരോപിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇടതുമുന്നണിക്കാർ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ശാന്തി ഓഡിറ്റോറിയത്തിൽ ഒരു യോഗം ചേർന്നു. സ്ഥിരമായി ബാങ്ക് ഇലക്ഷനിൽ കള്ളവോട്ട് ചെയ്യാൻ പോകുന്ന 309 പേരുടെ യോഗമാണ് ചേർന്നത്. ഒരു CPM MLA ആണ് അവർക്ക് ക്ലാസ് എടുത്തത്. എന്ത് ജനാധിപത്യം! കള്ളവോട്ട് ചെയ്യുന്നവർക്ക് ക്ലാസ് എടുക്കാൻ ഒരു MLA പോകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണ്? തൃശൂരിൽ അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാരെന്ന പേരിൽ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ചേർത്തെന്നും പരാതി ഉയർന്നു. 73 പേരുടെ വോട്ടുകൾ ചേർത്തുവെന്നാണ് LDFന്റെ പരാതി. തിരുവനന്തപുരം പാറശാലയിൽ ജീവിച്ചിരിക്കുന്ന 3 വയോധികരെ മരിച്ചെന്നുകാട്ടി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ആരോപണമുണ്ട്. 24 കാസർഗോഡ്. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ നോട്ടീസിൽ EP ജയരാജന്റെ പേര് വന്നിരിക്കുന്നു. MT രമേശ് മികച്ചവനെന്ന് EP ജയരാജൻ പോലും സമ്മതിച്ചു എന്നൊരു പരാമർശമാണ് ഇപ്പോൾ വോട്ടേഴ്സിന് വിതരണം ചെയ്യുന്ന ആ നോട്ടീസിൽ ഉള്ളത്. അതിന് വിശദാംശങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അഭിജിത്ത്, അങ്ങനെ LDF കൺവീനറുടെ പേര് അത് ഉപയോഗപ്പെടുത്തിയുള്ള പ്രചാരണം MT രമേശിന്റെ നോട്ടീസിൽ അല്ലേ? തീർച്ചയായും ഉന്മേഷ്, വോട്ടർമാർക്കിടയിലേക്ക് വിതരണം ചെയ്ത നോട്ടീസിലാണ് ഇത്തരത്തിൽ EP ജയരാജന്റെ പേരുള്ളത്. MT രമേശിന്റെ നോട്ടീസിലാണ് ഇത്തരത്തിൽ CPM നേതാവ് EP ജയരാജൻ പോലും NDA സ്ഥാനാർത്ഥി മികച്ചവനാണെന്ന് സമ്മതിച്ചിരിക്കുന്നു എന്ന തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടർമാർക്കിടയിലേക്ക് വിതരണം ചെയ്ത നോട്ടീസാണ്. ഏതായാലും ഈ EP ജയരാജനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് NDA സ്ഥാനാർത്ഥി ഈ ഇത്തരത്തിൽ വോട്ട് തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. EP ജയരാജൻ പോലും സമ്മതിക്കുന്നുണ്ട്, അതിനാൽ നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന തരത്തിലാണ് ഈ നോട്ടീസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഇത് ചെറിയൊരു ചർച്ചയ്ക്ക് തന്നെ നിലവിൽ വഴിവെച്ചിട്ടുണ്ട് ഉന്മേഷ്. അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമഴ പൂർത്തിയാകുന്നു.